ഏവർക്കും ഹോശന്ന ആശംസകൾ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സമാധാനത്തിൻ്റെ രാജാവിൻ്റെ പ്രവേശനമാണ് ഹോശന്ന. ഹോശന്ന എന്ന് പറയുന്ന പദം ഒരു സ്തുതിയാണ്, അല്ലെങ്കിൽ ഹോശന്ന എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസഹയുടെ നാളുകളിൽ അവർ ഒരുമിച്ച് കൂടി പാട്ടുകൾ പാടുന്നത് അവരുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഒരു ആചാരമാണ്. 118 സങ്കീർത്തനത്തിൻ്റെ 25 വാക്യം, ആ വാക്യത്തിൽ ഈ ആശയം കാണാം: ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു രക്ഷകനായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിന്നെയാണ്, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. ഈ ഹോശന്ന ഞായറിൽ സമാധാനത്തിൻ്റെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് 3 വേദഭാഗങ്ങളാണ് പ്രധാനമായിട്ടും സഭ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത്. ഒന്ന് പഴയ നിയമ വേദഭാഗം, 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ പശ്ചാത്തലം പ്രാർത്ഥനയോടെ ഞാനൊന്ന് വിവരിക്കട്ടെ. ഇസ്രായേൽ രാജ്യവും അരാം രാജ്യവും തമ്മിൽ ശക്തമായൊരു യുദ്ധം ഉണ്ടായി. പലപ്പോഴും അവർ തമ്മിൽ വൈരികളായിരുന്നു, യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധ സമയത്ത് അരാം രാജ്യം ഇസ്രായേലിലെ ശമരി എന്ന് പറയുന്ന സ്ഥലത്തെ വളഞ്ഞു. നമുക്കറിയാം, ഒരു ശത്രു സൈന്യം ഒരു സ്ഥലത്തെ വളയുമ്പോൾ അതവരെ എല്ലാ തലങ്ങളിലും ബാധിക്കും. അങ്ങനെ ഭക്ഷണം പോലും അവർക്ക് കിട്ടാതായി, ദാരിദ്ര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ എലീശ പ്രവാചകൻ്റെ വളരെ ശക്തമായൊരു പ്രവചനം: നാളെ ഈ സമയത്ത് നിങ്ങൾക്ക് 1 ശേക്കലിന് 1 സെയ്യ കോതമ്പും 2 സെയ്യ യവവും കിട്ടും. എന്താണ് അതിൻ്റെ അർത്ഥം? സെയ്യ എന്ന് പറയുന്നത് ഒരു അളവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച ഒരു പ്രതിസന്ധി നാളെ നിങ്ങൾക്ക് മാറാൻ പോവുകയാണ്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ ശക്തമായ വാക്ക്. ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധി ഇനി നാളെ കാണത്തില്ല. 2-ാം വാക്യം നോക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അകമ്പടി നായകൻ. അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്: അല്ലയോ പ്രവാചക, ഈ ദൈവം ആകാശത്ത് നിന്ന് കിളിവാതിൽ തുറന്നാലെങ്കിലും ഇങ്ങനെ നടക്കുമോ? സംശയമാണ്. അതിന് പ്രവാചകൻ കൊടുക്കുന്ന ഉത്തരം ഇതാണ്: നീ കാണും. ഞാൻ പറഞ്ഞ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നീ കാണും, പക്ഷേ നിനക്ക് തിന്നാൻ കഴിയത്തില്ല. ഇനി 3-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ 4 കുഷ്ഠരോഗികൾ, ഈ ശമരിയിൽ പാർക്കുന്ന 4 കുഷ്ഠരോഗികൾ. ഞാൻ ഈ ചരിത്രം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. എല്ലാ പ്രതിസന്ധികളും സമൂഹത്തിൽ എല്ലാവരെയും ഒരുപോലെ അല്ല ബാധിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, COVID-19 നമ്മുടെ മധ്യത്തിൽ വന്നു. ഈ കോവിഡ് നടന്ന സമയങ്ങൾ മുഴുവനും AC മുറിക്കകത്ത് സുരക്ഷിതമായി ജീവിച്ച വ്യക്തികളുണ്ട്. നല്ല ഭക്ഷണം കഴിച്ച് സമൃദ്ധിയായി ആ കാലയളവ് തള്ളി നീക്കിയ വ്യക്തികളുണ്ട്. ചിലപ്പോഴെങ്കിലും ഈ മിഡിൽ ക്ലാസ് ഫാമിലീസ് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. തെരുവിൽ കഴിയുന്നവർ, അവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ആരാണ് അവരെ സഹായിക്കാനുള്ളത്? അങ്ങനെ വേദനയിൽ ജീവിതങ്ങളെ തള്ളി നീക്കിയ വ്യക്തികളുണ്ട്. ഒരു പക്ഷേ സമ്പത്തുണ്ടായിരിക്കാം, ഒരു മനുഷ്യൻ്റെയും ആശ്രയമില്ലാതെ ആ സമ്പത്ത് മാത്രം കണ്ട് ജീവിച്ചവരുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു സ്ഥലത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാവരെയും ഒരുപോലെ അല്ല ബാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശമരിയിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ ഈ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ വേദനയും ഒറ്റപ്പെടലും അനുഭവിച്ചവരാണ്. കാരണം സമൂഹം തള്ളിക്കളഞ്ഞവരായിരുന്നു കുഷ്ഠരോഗികൾ. അവരെ ചേർത്തൊന്നും പിടിക്കത്തില്ലെന്നേ. അങ്ങനെ 4 കുഷ്ഠരോഗികൾ. എനിക്ക് തോന്നുന്നു ഭക്ഷണം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ സമൂഹം മാറ്റി നിർത്തപ്പെട്ട ഈ 4 കുഷ്ഠരോഗികൾ, ഈ 4 കുഷ്ഠരോഗികൾ ഒരു തീരുമാനമെടുത്തു: എന്തായാലും നമ്മൾ മരിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, ശത്രുവിൻ്റെ അടുക്കൽ തന്നെ നമുക്ക് പോകാം. ഒന്നുകിൽ അവർ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു ഭക്ഷിക്കാം. ഒരു ചങ്കൂറ്റോടൊരു തീരുമാനമാണേ. ഈ 4 പേരും മറ്റൊന്നും നോക്കിയില്ല. ഈ 4 പേരും ആ സൈന്യം എവിടെ കിടക്കുന്നുവോ ആ കേന്ദ്രം ലക്ഷ്യമാക്കി നടന്നു. അവരവിടെ പോയപ്പോൾ ഒരു അത്ഭുതം കണ്ടു.
ഒരൊറ്റ മനുഷ്യരും ഒരൊറ്റ ചേകവന്മാരും അവിടെ ഇല്ല. എല്ലാവരും അവിടെ നിന്ന് മാറിയിരിക്കുന്നു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? 6-ാം വാക്യം വായിക്കുമ്പോൾ, ഈ 4 പേര് വന്നപ്പോൾ ദൈവം ഒരു ആരവം ഉണ്ടാക്കി. ഒരു വലിയ സൈന്യം കടന്നു വരുന്നതായിട്ട് ഈ ശത്രു സൈന്യത്തിന് തോന്നി. തങ്ങളെ കൊല്ലാൻ ഇതാ ഇസ്രായേൽ രാജാവ് ഒരു വലിയ സൈന്യവുമായി വരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അവർ ഓടിക്കളഞ്ഞു. അവർ ജീവനും കൊണ്ടോടി. ആ ജീവനും കൊണ്ടുള്ള ഓട്ടത്തിൽ അവർ ഭക്ഷണങ്ങളോ അവരുടെ സ്വർണങ്ങളോ അവരുടെ ആയുധങ്ങളോ ഒന്നും എടുത്തില്ല. അവർ നാട് വിട്ടു. ഈ 4 പേരും ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അവർക്ക് സമൃദ്ധിയായിട്ട് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, സ്വർണം കിടപ്പുണ്ട്, വിഭവങ്ങൾ കിടപ്പുണ്ട്. അവർ മറ്റൊന്നും ആലോചിച്ചില്ല. കുറേയൊക്കെ ഒളിപ്പിച്ചു വെച്ചു. അവർ കുറേയൊക്കെ കഴിച്ച് തൃപ്തരായി. അങ്ങനെ ഇരിക്കുമ്പോൾ 4 പേർക്ക് ഒരു ചിന്ത, ഇത് ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ മതിയോ? ഇത് ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ മതിയോ? ഞങ്ങളുടെ രാജ്യത്തിന് ഈ സന്തോഷം വേണ്ടേ? അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ രാജാവിനെ ഈ വിവരം അറിയിച്ചു. രാജാവിന് ആദ്യം തോന്നിയത് ഇതൊരു വലിയ തന്ത്രമെന്നാണ്. കാരണം ഒന്നാമത് ശമര്യക്കാർ മുഴുവനും പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ ആഹാരത്തിന് വേണ്ടി അവിടെ ഓടിക്കയറുമ്പോൾ അതൊരു തന്ത്രമായിരിക്കും. ഒരുപക്ഷെ നമ്മളെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നു. അവസാനം ഈ 4 പേരും പറഞ്ഞത് സത്യമെന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഈ 4 കുഷ്ഠരോഗികളിലൂടെ ദൈവം ഒരു ദേശത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. പക്ഷേ ആ മനുഷ്യനുണ്ടല്ലോ, ആദ്യം ചോദിച്ചൊരു സൈന്യാധിപൻ, അവൻ ഇതൊന്നും കാണാൻ കഴിയാതെ ആ സമയത്ത് മരണപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 20 വരെയുള്ള ഇതിവൃത്തം. ഇതാണ് 1-ാമത്തെ വേദഭാഗം. 2-ാമത്തേത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെ. ഹോശന്ന പാടുവാൻ ജനത്തെ ദൈവം ഒരുക്കുന്നതാണ് ആ ഭാഗം. ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയും അതിനെ കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അത് കൊണ്ടുവരുമ്പോൾ എല്ലാ ശിഷ്യന്മാരും കൂടെ ചേർന്ന് കഴുതയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിക്കുന്നു, മരക്കൊമ്പുകൾ ചില്ലകൾ വെട്ടി വിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ചേർന്ന് ഹോശന്ന പാടുന്നു. ഇതാണ് 2-ാമത്തെ സുവിശേഷ ഭേദഭാഗം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു പറ്റം ജനം, ശാരീരികമായും മാനസികമായും മതപരമായും രാഷ്ട്രീയമായും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു പറ്റം ജനം, ഇതാ അവിടെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. കഴുത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമാധാനത്തിൻ്റെ ഒരു മൃഗമായിട്ട്. ആ സമാധാനത്തിൻ്റെ മൃഗമായി കഴുതയുടെ പുറത്ത് വരുന്ന ക്രിസ്തുവിൻ്റെ മേൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജനം. അവർ പ്രതീക്ഷ അർപ്പിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവർ വസ്ത്രങ്ങൾ വിരിച്ചതും ചില്ലകൾ വെട്ടി വഴിയരികിൽ വിതറിയതും. പ്രതീക്ഷയുടെ പ്രതീകമാണ്, ആരാധനയുടെ പ്രതീകമാണ്. ഇതാണ് 2-ാമത്തെ വേദഭാഗം. 3-ാമത്തേത് ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 4 മുതൽ 13 വരെ. AD 60-62 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ ലേഖനം എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. അദ്ദേഹം എഴുതുന്നത് കാരാഗൃഹത്തിലിരുന്നാണ്. അന്നത്തെ അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. യഹൂദന്മാരെ റോമൻ സാമ്രാജ്യം പീഡിപ്പിച്ചിരുന്നൊരു കാലഘട്ടം. അപ്പോൾ പീഡനങ്ങളുടെ ശക്തിപ്പെട്ടൊരു കാലഘട്ടം. തീർന്നില്ല, സഭയ്ക്കകത്ത് ഐക്യമില്ല. പുറത്ത് പീഡനമാണെങ്കിൽ സഭയ്ക്കകത്ത് ഭിന്നതകൾ, തെറ്റായ ആശയ പഠിപ്പിക്കലുകൾ, അഹങ്കാരം, മാത്രമല്ല ദാരിദ്ര്യം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കാരാഗൃഹത്തിൻ്റെ അകത്ത് കടന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് കൂടെ പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഇങ്ങനെ 3 മനോഹരമായ വേദഭാഗങ്ങളാണ് ഈ ഹോശന്ന ദിവസം നമ്മൾ ധ്യാനത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 വേദഭാഗത്തിൽ നിന്ന് 2 ചിന്തകൾ ദൈവനാമത്തിൽ പ്രാർത്ഥനയോടെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സാധാരണ മുഖാന്തരം ദൈവസൃഷ്ടി നടത്തുന്ന ദൈവം. സാധാരണ മുഖാന്തരം ദൈവസൃഷ്ടി നടത്തുന്ന ദൈവം. ഈ ലോകത്ത് സമാധാനം വരുത്താൻ പല രാജ്യങ്ങളും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ വളരെ ശക്തിപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. എന്തിനാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ, എൻ്റെ രാജ്യത്ത് എനിക്ക് സമാധാനം ഉണ്ടാക്കണം. ഓരോ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയുമാണ് യുദ്ധങ്ങൾ നടത്തുന്നത്. പക്ഷേ
സമാധാനത്തിൻ്റെ രാജാവ്, സമാധാനത്തിൻ്റെ പ്രഭു ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, സാധാരണ വ്യക്തിത്വങ്ങളിലൂടെ. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം എടുത്തു നോക്കുമ്പോൾ 4 കുഷ്ഠരോഗികൾ, സമൂഹം തള്ളിക്കളഞ്ഞ സാധാരണക്കാരിലും സാധാരണക്കാരായ വ്യക്തികൾ. പക്ഷെ അവർക്ക് 2 പ്രത്യേകതയുണ്ട് കേട്ടോ. ചങ്കൂറ്റമുണ്ട്. ഒന്നുകിൽ നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ഭക്ഷിക്കാം. കാരണം നമ്മുടെ രാജ്യത്തിലൊന്നുമില്ലല്ലോ. ചങ്കൂറ്റമുണ്ട് അവർക്ക്. മറ്റൊന്ന്, ഈ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുന്ന മുഖാന്തരം അതാണ്. അതുകൊണ്ട് സാധാരണക്കാരിലും സാധാരണക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ഹോശന്നയിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായത് തിരഞ്ഞെടുക്കുന്നൊരു ദൈവം. സുവിശേഷ വേദഭാഗം നോക്കുമ്പോൾ കഴുതയെ തിരഞ്ഞെടുക്കുന്നൊരു ദൈവം, സാധാരണ മൃഗം, സമാധാനത്തിൻ്റെ മൃഗം, കോലാഹലങ്ങളൊന്നുമില്ല. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്നുള്ള അർത്ഥത്തിൽ പാടുവാൻ സാധാരണക്കാരായ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ദൈവം. ലേഖന വേദഭാഗത്തിൽ വന്നാൽ ദാരിദ്ര്യമുണ്ട്, കഷ്ടമുണ്ട്, സഭയ്ക്കകത്ത് ഭിന്നതയുണ്ട്, രാജ്യത്തിൽ പീഡനമുണ്ട്. നിനക്ക് സന്തോഷം വേണമെങ്കിൽ നീ നിന്നെ തന്നെ ഒരുക്കണമെന്ന് പഠിപ്പിക്കുന്ന ദൈവം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ലൈഫ് സക്സസ് ആകണോ? അങ്ങനെയെങ്കിൽ 1 നിനക്ക് സന്തോഷം ഉണ്ടാകണം, 2 നിനക്ക് വിനയം ഉണ്ടാകണം, 3 നിനക്ക് വിശ്വാസം ഉണ്ടാകണം. അപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും സന്തോഷിക്കാൻ കഴിയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരാഗൃഹത്തിൻ്റെ അകത്തിരുന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. ഈ ഹോശന്നയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും വ്യതകൾ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം ദൈവം ഒരു വലിയ ദേശത്തെ ആഹാരം നൽകാൻ തിരഞ്ഞെടുത്തത് 4 കുഷ്ഠരോഗികളെയാണ്. ഒരു മഹാസമൂഹം ഒരുമിച്ച് നിന്ന് ഹോശന്ന പാടിയത് സാധാരണ ഒരു കഴുത, സാധാരണ, മർക്കോസ് സുവിശേഷം അതിന് പറയുന്ന പേര് പുരുഷാരം എന്നാണ് കേട്ടോ. പുരുഷാരം എന്നുള്ള വാക്കിന് ഗ്രീക്ക് വേർഡ് ഒക്ലോസ്. ഒക്ലോസ് എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സമൂഹം തള്ളിക്കളഞ്ഞവർ, ആർക്കും വേണ്ടാത്തവർ. അവരാണൊരു പ്രതീക്ഷയായിട്ട് മാറുന്നത്. കുറച്ചുകൂടെ എന്നെ ചിന്തിപ്പിച്ചത് ലേഖന വേദഭാഗമാണ്. ആ വേദഭാഗത്തിൽ ഇങ്ങനെ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ സുരക്ഷിതം നഷ്ടപ്പെട്ട് തമ്മിലടിച്ച് ജീവിക്കുന്ന ഒരു സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിനക്ക് സന്തോഷിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹോശന്നയിൽ നാം ഇപ്പോൾ നമ്മെ രക്ഷിക്ക എന്ന് വിളിക്കുമ്പോൾ ആരും നിരാശപ്പെടേണ്ട, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതാണ് 1ാമത്തെ ധ്യാനം. കാരണം ദൈവം സാധാരണക്കാരിൽ നിന്നാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. കുലമഹിമയോ വമ്പ് പറയുന്ന നാവുകളോ പ്രൗഢിയോ പാണ്ഡിത്യമോ ഇതൊന്നുമല്ല. സാധാരണക്കാരിലും സാധാരണ അനുഭവത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? 2, ഈ ഹോശന്ന നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കാര്യം, നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. 1, സാധാരണക്കാരെ ദൈവം തിരഞ്ഞെടുക്കും, ഏറ്റവും സാധാരണക്കാരൻ. 2, നേരിട്ടിറങ്ങി വരും. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 4 കുഷ്ഠരോഗികൾ ശത്രു സൈന്യത്തിൻ്റെ മധ്യത്തിൽ പോകാൻ ചങ്കൂറ്റം കാണിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ട്. ആ ചങ്കൂറ്റം കാണിക്കേണ്ട മനസ്സ്, ആ പോകാനുള്ളൊരു ധൈര്യം അവർക്കുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? ദൈവം പ്രവർത്തിക്കുന്നത് ഒരു ആരവമുണ്ടാക്കി. അത് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവർ പേടിച്ചുപോയി. ശത്രു സൈന്യം പേടിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു, അതാ ഇസ്രായേൽ രാജാവ് ഒരു വലിയ സൈന്യവുമായി വരുന്നു, ഏത് നിമിഷവും ഞങ്ങളെ വകവരുത്താൻ സാധ്യതയുണ്ട്. അവർ ഓടിക്കളഞ്ഞു. നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ ശക്തിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആശ്രയിക്കുന്നത്.
നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവം. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ കഴുതയുടെ പുറത്ത് ആദ്യം ഒരു വസ്ത്രം വിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ചില്ലകൾ വിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ അതൊരു വലിയ സമൂഹം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു ഉത്സവമായിട്ട് മാറുകയാണ്. നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഒരു ചെറിയ തുടക്കം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 13-ാം വാക്യം എങ്ങനെയാണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഹോശന്ന വെറുതെ പാടി കളയേണ്ട ദിവസമല്ല. കുരുത്തോലകളൊക്കെ പിടിച്ച് ഒരാഡംബരം മാത്രം കാണിക്കേണ്ട ദിവസമല്ല ഹോശന്ന, ഹോശാന ഞായർ. ജനം വളരെ പ്രതീക്ഷയോടെ വിളിച്ചു, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. ആ പ്രതീക്ഷയോടെ വിളിച്ചത് വെറും വിളികളല്ല. ഇലക്ഷൻ അടുത്ത് വരുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. അണികൾ ഒരുമിച്ച് കൂടി പല മുദ്രാവാക്യങ്ങളും നേതാക്കന്മാർക്ക് വേണ്ടി വിളിക്കും. പക്ഷെ ആ മുദ്രാവാക്യങ്ങൾ ആ ഇലക്ഷൻ കഴിയുമ്പോൾ വായുവിൽ വരച്ച വര പോലെ മാഞ്ഞു പോകും. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ രക്ഷിക്കുക എന്ന് ഈ ജനം നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സാധാരണ അനുഭവങ്ങളിൽ നിന്നും സാധാരണ അനുഭവങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. മാത്രമല്ല, നമ്മുടെ കൺമുൻപിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ അനുഭവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഹോശന്ന പാടാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ നോമ്പ് കാലം കർത്താവിൻ്റെ തിരുസന്നിധിയെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക, അത് വെറും വാക്കല്ല. സാധാരണ അനുഭവങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നേരിട്ട് പ്രവർത്തിക്കുന്ന ദൈവശക്തി അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.